Hi everyone, welcome back. അപ്പോൾ ഇന്ന് നമ്മൾ കടല വെച്ചിട്ടുള്ള ഒരു അടിപൊളി കട്ട്ലറ്റിന്റെ റെസിപ്പിയാണ് ട്ടോ ചെയ്യുന്നത്. അപ്പോൾ 4 മണി ചായയുടെ കൂടെയൊക്കെ ഈ ഒരു കട്ട്ലറ്റ് സോസ് ഒക്കെ കൂട്ടിയിട്ട് ചൂടോട് കൂടിയിട്ട് കഴിക്കുകയാണെങ്കിൽ നല്ല കിഡു ടേസ്റ്റ് ആണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാത്തവരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ട്ടോ. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ കട്ട്ലറ്റ് തയ്യാറാക്കുക എന്നുള്ളതൊന്ന് നോക്കാം. അപ്പോൾ ഈ ഒരു കട്ട്ലറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഇതുപോലെ ഒരു കപ്പ് കടല നന്നായിട്ടൊന്ന് കുതിർത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ സമയം കുതിർത്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് വെന്ത് കിട്ടും കേട്ടോ. അപ്പോൾ വൈകുന്നേരമൊക്കെ ഉണ്ടാക്കാനാണെങ്കിൽ രാവിലെ വെള്ളത്തിലിട്ട് വെച്ചാൽ മതി. അപ്പോൾ വൈകുന്നേരം ആകുമ്പോഴേക്കും നന്നായിട്ട് കുതിർന്ന് കിട്ടും. അല്ലെങ്കിൽ ഒരു ഓവർനൈറ്റ് കുതിർത്ത് വെക്കുക. ഇനി നമുക്ക് ഈ ഒരു കടല ഒന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ ഞാൻ വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് കുക്കറിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്ക് കടല വേവാൻ ആവശ്യമായിട്ടുള്ള വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് വേവിച്ചെടുക്കാം. അപ്പോൾ കുതിർത്ത് വെച്ച കടല ആയതുകൊണ്ട് ഒരുപാട് വെള്ളമൊന്നും വേണ്ടത് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് ഇത്രയും കടലിൻ്റെ ഒപ്പം നിൽക്കുന്ന രീതിയിൽ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് കുക്കർ അടച്ചു വെച്ച് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ കടല അവിടെ വെന്ത് വരട്ടെ. ആ ഒരു സമയം കൊണ്ട് നമുക്കിതിലേക്ക് വേണ്ട മസാലയൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കാം. അപ്പോൾ മസാല റെഡിയാക്കാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ ഒരു 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഈ ഒരു പാനിലോട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു 2 സവാള ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. ഇനി സവാള പെട്ടെന്ന് വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് അല്പം ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഇതൊന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കണം. പിന്നെ ഇതിലേക്കൊരു 2 പച്ചമുളക് ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു ക്യാരറ്റ് ഞാനിവിടെ ഇതുപോലെ ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്, അതും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നിങ്ങൾക്ക് ഇതിന് പകരം വേണമെങ്കിൽ ബീട്രൂട്ട് എടുക്കാം കേട്ടോ. ബീട്രൂട്ട് എടുത്താലും നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഇനി ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, ഉള്ളി മാത്രം ആയാലും മതി. അപ്പോൾ ക്യാരറ്റോ ബീട്രൂട്ടോ ഒക്കെ ഉണ്ടെങ്കിൽ അതും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇതൊന്ന് വഴറ്റിയെടുക്കണം. ഇനി ഇതിലോട്ട് 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഇതിൻ്റെ പച്ചമണം മാറുന്നത് വരെ ഒന്നങ്ങ് വഴറ്റിയെടുക്കുക. ഇനി ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞിട്ടുള്ള കറിവേപ്പില അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. പിന്നെ മല്ലിയില കയ്യിലുണ്ടെങ്കിൽ അതും കൂടെ ഇതുപോലെ കുറച്ച് ഒന്ന് ചോപ്പ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതെല്ലാം ഇവിടെ വഴന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാനതിലേക്കൊരു 1/2 ടീസ്പൂണോളം മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിന് പകരം വേണമെങ്കിൽ നിങ്ങൾക്ക് ഇനി കുരുമുളക് പൊടി ഉണ്ടെങ്കിൽ അതും എടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്, കുറച്ചും കൂടി നല്ലൊരു കളറൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാനിതിലേക്ക് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നില്ല കേട്ടോ. അത് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 1/4 ടീസ്പൂണ് വലിയ ജീരകത്തിൻ്റെ പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ കട്ട്ലറ്റിന് നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് 1 ടീസ്പൂൺ ചിക്കൻ മസാല കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി 1/2 ടീസ്പൂൺ ഗരം മസാല കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഈ മസാലയൊക്കെ നന്നായിട്ടൊന്ന് മൂത്ത് വരുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കുക. ഞാനിതിലേക്ക് 1 ടീസ്പൂൺ ഉണക്കമുളക് ചതച്ചെടുത്തതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോഴേക്കും നമ്മുടെ കടല നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് ചൂടാറാനായിട്ട് മാറ്റി വെക്കാം. കടല നന്നായിട്ട് ചൂടാറി വന്നതിന് ശേഷം ഇത് ഒന്ന് അരച്ചെടുക്കണം. അപ്പോൾ ഞാൻ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ജാർ അടച്ചു വെച്ചിട്ട് ഇതുപോലെ ഒട്ടും തരികളൊന്നും ഇല്ലാതെ നന്നായിട്ട് തന്നെ അരച്ചെടുക്കുക. ഇനി നമുക്ക് റെഡിയാക്കി വെച്ചിട്ടുള്ള ഈ ഒരു മസാലയിലേക്ക് ഇതിട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ഞാനിവിടെ നമ്മൾ ഈ വേവിച്ചെടുത്തിട്ടുള്ള കടല 2 പ്രാവശ്യമായിട്ടാണ് കേട്ടോ അരച്ചെടുത്തത്. ഇപ്പോൾ 2 പ്രാവശ്യം അരച്ചെടുത്തതും ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് ആദ്യം ഇതുപോലെ സ്പൂൺ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് കൈ വെച്ചിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം കേട്ടോ. അപ്പോൾ ഇങ്ങനെ കുഴച്ചെടുക്കുമ്പോഴുള്ളൂ ആ മസാലയൊക്കെ കടലയുടെ എല്ലാ ഭാഗത്തും ഒന്ന് എത്തുള്ളൂ. അപ്പോൾ കുഴച്ചെടുക്കുമ്പോൾ ഇതുപോലെ ഒരു ഡോ ആയിട്ട് കിട്ടും. ഇനി നല്ല ഡ്രൈ ആയിട്ടാണ് കടല ഇരിക്കുന്നതെന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഇത് നമുക്ക് ഷേപ്പാക്കാനുള്ള ആ ഒരു പാകത്തിൽ ഇതുപോലെ ഒന്ന് കുഴച്ചെടുക്കുക കേട്ടോ.
ഇതൊന്ന് നമുക്ക് കുറേശ്ശെ ഇതുപോലെ എടുത്തിട്ട് കയ്യിൽ വെച്ച് ഉരുട്ടി ഷേപ്പ് ആക്കാനുള്ള പാകത്തിലായി കിട്ടണം. അപ്പോൾ നല്ല ഡ്രൈ ആയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം തൊട്ട് കൊടുത്തിട്ട് ഒന്ന് ഇതുപോലെ ഷേപ്പാക്കി എടുത്താൽ മതി. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിലാക്കി എടുക്കാം കേട്ടോ, റൗണ്ട് ഷേപ്പോ ഓവൽ ഷേപ്പോ. അപ്പോൾ ഞാനിവിടെ ഇതുപോലൊരു ഓവൽ ഷേപ്പാണ് ആക്കിയെടുക്കുന്നത്. ഇതുപോലെ ഷേപ്പാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കിയുള്ളതും കൂടെ ഇതുപോലെ തന്നെ ഷേപ്പാക്കി എടുക്കാം. അപ്പോൾ ഞാനിവിടെ മുഴുവനും ഈ ഒരു ഷേപ്പിൽ തന്നെയാണ് ആക്കി എടുത്തിട്ടുള്ളത്. ഇനി ഒരു ബൗളിൽ നമ്മളിവിടെ ഒരു 3 ടേബിൾ സ്പൂൺ മൈദ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു നുള്ള് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതിലേക്ക് പാകത്തിന് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഈ ഒരു ലൂസിൽ കലക്കിയെടുത്താൽ മതി കേട്ടോ. അധികം തിക്കായിട്ടും വേണ്ട, എന്നാൽ അധികം ലൂസായിട്ടും വേണ്ട. നമ്മൾ ഡിപ്പ് ചെയ്തെടുത്താൽ ഈ ഒരു കട്ലറ്റിൻ്റെ മുകളിൽ ഒരു കോട്ടിംഗ് ആയിട്ട് കിട്ടണം, അത്രയേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു ലൂസിൽ കലക്കിയെടുക്കുക. ഇനി നമുക്ക് ഓരോ പീസ് കട്ലറ്റും ഈ ഒരു മൈദയുടെ മിക്സിൽ ഡിപ്പ് ചെയ്തതിന് ശേഷം ബ്രെഡ് ക്രംസിൽ ഇതുപോലെ റോൾ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ മുഴുവൻ കട്ലറ്റും ഇവിടെ പൊരിക്കാനായിട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നല്ല ചൂടായിട്ടുള്ള എണ്ണയിലേക്ക് ഇത് ഓരോന്നായിട്ട് ഇട്ട് കൊടുത്തിട്ട് പൊരിച്ചെടുക്കാം. അത് പെട്ടെന്ന് തന്നെ റെഡി ആയിട്ട് കിട്ടും കേട്ടോ. ഇതിൻ്റെ ഉള്ളിലൊന്നും വേവാനൊന്നുമില്ലല്ലോ, എല്ലാതും വെന്ത തന്നെ ആയതുകൊണ്ട് പെട്ടെന്ന് റെഡി ആയിട്ട് കിട്ടും. അപ്പോൾ ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് തന്നെ നന്നായിട്ട് 2 സൈഡും നല്ലൊരു ബ്രൗൺ കളർ ആവുന്നത് വരെ പൊരിച്ചെടുക്കാം. അപ്പോൾ ഒരു സൈഡ് റെഡിയായി വരുമ്പോൾ ഇതുപോലെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് കോരിയെടുത്തിട്ട് ബാക്കിയുള്ളതും കൂടെ ഇതുപോലെ തന്നെ അങ്ങ് പൊരിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ കടല വെച്ചിട്ടുള്ള എല്ലാ കട്ലറ്റും ഞാനിവിടെ പൊരിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല ചൂട് ചായയുടെ കൂടെയൊക്കെ ചൂടോട് കൂടി തന്നെ അത് സെർവ് ചെയ്യാം. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ താഴെ കമൻറ്റ് ചെയ്യുക. പിന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യണേ. അപ്പോൾ ഇനി മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്